ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നമുക്കുണ്ടാവുന്ന വിചാരങ്ങളെക്കാൾ കൂടുതലായിരിക്കും അല്ലേ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന്. ബന്ധുക്കൾ എന്ത് വിചാരിക്കും, വീട്ടുകാരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും, അയൽപ്പക്കത്തുള്ളവർ എന്ത് വിചാരിക്കും. ഇങ്ങനത്തെ ആയിരം വിചാരങ്ങൾക്കൊടുവിൽ ചിലപ്പോൾ നമ്മൾ ആ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം ചെയ്തില്ലെന്നും വരാം. ഒരുപാട് പേര് പറയുന്ന കേൾക്കാം, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറില്ല, എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ ചെയ്യുമെന്ന്. ഒരു പരിധിവരെ അതൊരു കള്ളമാണല്ലേ. നമ്മൾ എന്ത് കാര്യം ചെയ്താലും ഏതൊരു മനുഷ്യനും ഒന്നുകിൽ നമ്മുടെ സ്വന്തം വീട്ടിലുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കും, അതല്ലെങ്കിൽ നമ്മളറിയാവുന്നവർ എന്ത് വിചാരിക്കും, അതും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് എന്ത് വിചാരിക്കും. അങ്ങനത്തെ വിചാരങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. എനിക്കുണ്ട് കേട്ടോ അങ്ങനത്തെ ചിന്തകൾ. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ആദ്യം, ഇപ്പോഴല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ചാനൽ തുടങ്ങി. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ്. അതിൽ കുറച്ച് വീഡിയോസ്, അതായത് പാട്ടിൻ്റെ വരികളൊക്കെ ഇടത്തില്ലേ, സോങ്സ് ലിറിക്സ്, അങ്ങനത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു. പിന്നെ അത് കുറേ കാലം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പിന്നെ മലയാളം മോട്ടിവേഷൻ കോട്സ് ഇട്ടു. അതും കുറേ കാലം കഴിഞ്ഞ് ഡിലീറ്റ് ചെയ്തു. കാരണം എനിക്ക് എൻ്റെ മുഖം കാണിച്ചും അതല്ലെങ്കിൽ ഒരു ഡെയിലി വ്ളോഗ് പോലെ ചെയ്യാനും ഒക്കെ ഭയങ്കര വിഷമമായിരുന്നു. ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഞാനിങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ആളുകൾ എന്തെങ്കിലും പറയുമോ, ബന്ധുക്കളായിട്ടുള്ളവരൊക്കെ എന്തെങ്കിലും പറയുമോ, അല്ലെങ്കിൽ നാട്ടുകാരോ ബന്ധുക്കളോ വീട്ടുകാരോ ആരെങ്കിലും എന്തെങ്കിലും പറയുമോ, എന്നെ കളിയാക്കുമോ. ഇങ്ങനത്തെ കുറേയേറെ ചിന്തകളായിരുന്നു കേട്ടോ എൻ്റെ മനസ്സിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ എനിക്ക് ഭയങ്കര മടിയാണ്. കാരണം യൂട്യൂബിലാകുമ്പോൾ നമ്മളൊരാൾക്ക് ഷെയർ ചെയ്ത് കൊടുത്താലായിരിക്കും അല്ലേ നമുക്ക് വീഡിയോ ഇടുന്നുണ്ടെന്ന് ഒരാൾ അറിയുക, അല്ലെങ്കിൽ അവർ യാദൃശ്ചികമായിട്ട് കാണണം. പക്ഷേ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. നമ്മളൊരു വീഡിയോയോ അല്ലെങ്കിൽ ഒരു പോസ്റ്റോ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് പേര് അത് കാണും. അവരെന്തെങ്കിലും പറയൂ, കളിയാക്കൂ, ഇങ്ങനത്തെ 1000 ചിന്തകളാണ് കേട്ടോ എൻ്റെ മനസ്സിൽ. അത് ഒരു പരിധിവരെ ഇപ്പോഴും ഉണ്ട്. ആ വിചാരങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ഇത് ചെയ്യാനുണ്ടായ ഒരു കാരണമെന്ന് വെച്ചാൽ, എത്രയോ പേര് ഇത് ചെയ്യുന്നുണ്ട്, ഇതിൽ നിന്നൊരു വരുമാനം അവർക്ക് ലഭിക്കുന്നുണ്ട്. എത്ര പേര് അവർ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ച് ചെയ്യാതിരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ 1000 ചിന്തകളാണ് വീണ്ടും ഇതിലേക്ക് നയിച്ചത് കേട്ടോ. ഞാൻ എവിടെയോ കണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. വേറൊന്നുമല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ആ സ്ഥലത്ത് നിങ്ങളുടെ ജീവിതം പരാജയപ്പെട്ടു എന്ന്. സത്യമാണ് കേട്ടോ. നമ്മൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ജീവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ 100 ശരികൾ ചെയ്താലും അതിൽ ഒരെണ്ണം പോലും ശരിയാണെന്ന് നമ്മുടെ ചുറ്റിനുമുള്ള ആരെങ്കിലും ഒരാൾ പറയൂ. ചിലപ്പോൾ പറയുമായിരിക്കും നമ്മുടെ സ്വന്തം അമ്മ, അതും അല്ലെങ്കിൽ നമ്മൾ അത്രത്തോളം മനസ്സിലാക്കുന്ന ഒരാൾ. അതല്ലാതെ ഒരു മനുഷ്യനും പറയത്തില്ല. പക്ഷെ നമ്മുടെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായാൽ അത് വിളിച്ചു പോവാൻ 1000 പേര് കാണും. ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്ന ആരോടും തെറ്റ് ചെയ്യണമെന്നില്ല. നമ്മളൊരു തെറ്റ് ചെയ്തു എന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞു കേട്ട അറിവ് പോലും മതി നമ്മളെ പഴിക്കാനും കുറ്റം പറയാനും നമ്മളെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ അല്ലേ. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന വിചാരങ്ങൾ ഉപേക്ഷിക്കുന്നതാണ് നല്ലതെന്ന് എനിക്കും തോന്നി. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണാം.